ഹലോ, ഞാനിന്ന് കേരള സ്റ്റൈൽ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതും നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്ത് അതിലേക്ക് 3 വലിയ സവാള എടുത്തായിരുന്നു. സവാള നൈസായിട്ട് അരിഞ്ഞ് നമുക്ക് സവാള വഴറ്റാനായിട്ട് ഇട്ടു. ആ സവാളയിലേക്ക് ഞാനൊരു 4 പച്ചമുളക്, ചെറിയ 4 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത്, ഈ പച്ചമുളകും സവാളയൊക്കെ നമുക്ക് ഈ പച്ചപ്പൊന്ന് പോകണമല്ലോ സവാളയുടെ, ഒരു പകുതി വാടിയാൽ മതി, ഒത്തിരി വാടിപ്പോണമെന്നില്ല. പകുതി വാടുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഒത്തിരി വലിയ പീസല്ല, അത്യാവശ്യം വലിയൊരു പീസ് ഇഞ്ചിയും അതേപോലെ 4-5 വെളുത്തുള്ളിയും കൂടെ നമ്മളൊന്ന് അരച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് വാടി വന്നം. അപ്പോഴേക്കും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് വാടി വന്ന്, ഇനി അതിലേക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൊടി ഐറ്റംസ് ഉണ്ട്. പൊടി ഞാൻ എടുത്തേക്കുന്നത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, 2 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, 1 വലിയ സ്പൂൺ ഇടിച്ച മുളക്, അതായത് ഒത്തിരി ചതഞ്ഞും പോകണ്ട, ഒത്തിരി പൊടിഞ്ഞും പോകാതെ ഇടയിൽ നിൽക്കുന്ന രീതിയിൽ പൊടിച്ചെടുത്തതും, പിന്നെ അതുകൂടാതെ നമുക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കളറിന്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വാടണം. ഈ മസാലകളും സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് വാടുകയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വാടി അതിൻ്റെ പച്ചപ്പ് മാറിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഞാൻ 2 തക്കാളിയാണ് ഇട്ടത്. ആ 2 തക്കാളി നന്നായിട്ട് വാടണം. അതിലേക്ക് ഞാനൊരു 4 സ്പൂൺ തൈര് ഇട്ടിട്ടുണ്ട്. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് എടുത്തേക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് നമുക്കിത്തിരി കട്ടിയുമായിരിക്കും, പുളിപ്പൊന്നും ഉണ്ടാകില്ല. മസാല, അതായത് ആ അരപ്പ്, ചിക്കൻ്റെ അരപ്പിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനു വേണ്ടിയാണ് മിൽക്കി മിസ്റ്റ് എടുത്തത്. ഇനി മിൽക്കി മിസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മിൽമയുടെ തൈര് ഉപയോഗിക്കാൻ പറ്റും. ഒത്തിരി പുളിയൊന്നും ഇല്ലാത്ത, അത്യാവശ്യം വലിയ തെറ്റില്ലാത്തൊരു തൈര് തന്നെയാണ് മിൽമ. അപ്പോൾ മിൽമയും അതുപോലെ തന്നെ ഒരു 4 സ്പൂണായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ മസാലയിലേക്ക് തൈരും കൂടെ നമ്മൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി മസാല ഒന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഇതിലേക്ക് കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ പകുതി മസാല നമ്മൾ എടുക്കുക. ചൂടാറിക്കഴിയുമ്പോൾ പകുതി മസാല നമ്മൾ എടുത്ത് മിക്സിയിലേക്ക് ഇട്ട് അരച്ചെടുക്കണം. അതായത് ഗ്രേവി കൂട്ടാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. ഗ്രേവി കൂട്ടുമ്പോൾ നമുക്ക് ടേസ്റ്റും കൂടും. ആ പകുതി മസാല അത്യാവശ്യം ചെറിയൊരു ജാറിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കഴുകി വാരി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് കല്ലുപ്പും ഇട്ടതിന് ശേഷം ഈ ബാക്കിയുള്ള പകുതി മസാലയിൽ നല്ല രീതിയിൽ ചിക്കനും മസാലയും തമ്മിലൊരു 5 മിനിറ്റ് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം 1 മണിക്കൂർ ചിക്കൻ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നന്നായിട്ട് മസാലയൊക്കെ പിടിക്കട്ടെ. 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് ആ ചിക്കനിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം, നല്ല വെട്ടിത്തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മളൊന്ന് സിമ്മിലിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് ചാറൊക്കെ വറ്റി നല്ല കുറുകി നല്ല അട്ടിപ്പം കറിയായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കറിയുടെ ഏറ്റവും ടേസ്റ്റ് വരുന്ന ഒരാളാണ് നമ്മുടെ മല്ലിച്ചീര, ചിക്കൻ കറിയുടെ മെയിൻ ആളാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും ഒക്കെ ഇട്ട് കുറച്ച് മല്ലിച്ചീരയൊക്കെ ഇട്ട് നമുക്ക് ഇറക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ കേരള സ്റ്റൈൽ ചിക്കൻ കറി ഒന്ന് വെച്ച് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ കാണുന്നവർ എനിക്ക് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.